അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 4. അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ശരിക്കും മൊഡ്യൂൾ നമ്മുടെ 3യുടെ കണ്ടിന്യൂവേഷനാണ് വരുന്നത്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ തേർഡ് മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്നതായിരുന്നു. അപ്പോൾ 3.9 എന്ന് പറയുന്ന ടെസ്റ്റിലെ സെക്ഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് 4th മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്ഷൻ, ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിന് ഒരു ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അതായത് ടി എന്ന് പറയുന്നത് H1 നിന്ന് H2 ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്, വേർ H1 ആൻഡ് H2 ആർ ഹിൽബർട്ട് സ്പേസസ്. ദെൻ ദ ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ടി സ്റ്റാർ ഓഫ് ടി റെപ്രസെൻ്റ് ചെയ്യുന്ന ടി സ്റ്റാർ എന്നാണ്. അതൊന്ന് ഡിഫൈൻ ചെയ്യുന്ന ടി സ്റ്റാർ എവിടെ നിന്നാണ്? H2 നിന്ന് H1 സെസ് ദാറ്റ് for all x belongs to H1 and y belongs to H2, inner product Tx y equal to inner product x T star y. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ടി സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ടിയുടെ ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണെന്നാണ് ഡെഫിനേഷൻ പറയുന്നത്. അപ്പോൾ H1ഉം H2ഉം ഹിൽബർട്ട് സ്പേസുകൾ, അതായത് കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടി സ്റ്റാർ, അപ്പോൾ ടി എവിടുന്ന് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടി സ്റ്റാർ വരുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്നർ പ്രോഡക്റ്റ് TXY എന്ന് പറഞ്ഞ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടുത്തെ ഇന്നർ പ്രോഡക്റ്റ് ആണ്? Y എവിടുത്തെ എലമെൻ്റ് ആണ്? Y H2 എലമെൻ്റ് ആണ്. TX എവിടുത്തെ എലമെൻറ്റാണ്? H2 എലമെൻറ്റാണ്. സോ ദിസ് ഇന്നർ പ്രോഡക്റ്റ് ഈസ് ആൻ ഇന്നർ പ്രോഡക്റ്റ് ഇൻ H2 ഇന്നർ പ്രോഡക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് H1 അകത്താണ്. ടി സ്റ്റാർ വൈ എന്ന് പറയുമ്പോഴത്തേക്കും അത് എവിടെയാണ്? H1 സോ ദിസ് ഇസ് ആൻ ഇന്നർ പ്രോഡക്റ്റ് ഇൻ H2 ആൻഡ് ദിസ് ഇസ് ആൻ ഇന്നർ പ്രോഡക്റ്റ് ഇൻ H1. ഓക്കെ, രണ്ട് ഇന്നർ പ്രോഡക്റ്റുകൾ തമ്മിലാണ് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനേഷൻ്റെ അകത്ത് താഴെ എക്സാമ്പിളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ടി സ്റ്റാർ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതിനുള്ള ഒരു തിയറമാണ് അല്ലെങ്കിൽ ഒരു പ്രൂഫാണ് നമുക്ക് നെക്സ്റ്റ് തിയറമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബൗണ്ടഡ്, അപ്പോൾ ഓർക്കണം എന്തിനാണ് ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിനായിരിക്കും ഒരു ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സിസ്റ്റൻസ് പറയാം. ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ടി സ്റ്റാർ ഓഫ് ടി എക്സിസ്റ്റ് ഈസ് യുണീക്ക് ആൻഡ് ഈസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ വിത്ത് നോം ടി സ്റ്റാർ ഈക്വൽ ടു നോം ടി. ഇതാണ് നമുക്ക് അടുത്ത തിയറത്തിന്, അതായത് ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിൻ്റെ എക്സിസ്റ്റൻസ് ആണ് അടുത്ത തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദ ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ടി സ്റ്റാർ ഓഫ് ടി അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. H ഫ്രം H2 ക്രോസ് H1 ടു K. അതായത് H2ഉം H1ഉം രണ്ട് ഹിൽബർട്ട് സ്പേസുകളാണല്ലോ, അതിൻ്റെ ക്രോസിൽ നിന്ന് Kയിലേക്ക് ഒരു H നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻഡ് ബൈ H ഓഫ് വൈ എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വൈ ടി എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു മാപ്പിംഗ് ഞാൻ ഡിഫൈൻ ചെയ്തു. എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഐഡിയ ഞാൻ പറയാം. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്തു H. ഈ H ഒരു സെസ്ക്യൂ ലീനിയർ ഓപ്പറേറ്ററാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ബൗണ്ടഡ് സെസ്ക്യൂ ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യും. ബൗണ്ടഡ് സെസ്ക്യൂ ലീനിയർ ഓപ്പറേറ്ററിന് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ തൊട്ട് മുമ്പിലത്തെ സെക്ഷനിൽ പഠിച്ചായിരുന്നു. ആ റെപ്രസെൻറ്റേഷൻ തിയറത്തിൻ്റെ അകത്ത് നമ്മളൊരു എസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം H2 ടു H1. ആ എസ് ആണ് ഇവിടെ ടി സ്റ്റാർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്ത് വേണം? ഒരു ബൗണ്ടഡ് സെസ്ക്യൂ ലീനിയർ ഫംഗ്ഷൻ ഫോം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ H എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇനി അത് സെസ്ക്യൂ ലീനിയർ ആകണമെങ്കിൽ 4 കണ്ടീഷൻസ് ഇല്ല. ആ 4 കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് H ഓഫ് y1 പ്ലസ് y2 x ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് y ടി എക്സ് അല്ല. അപ്പോൾ ഇവിടെ y ഇതുപോലെ തന്നെ എഴുതി എക്സിന് പകരം ടി എക്സ് കൊടുത്തു. അപ്പോൾ ഇതൊരു ഇന്നർ പ്രോഡക്റ്റ് ആണ്. ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ഫാക്ടർ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അത് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ തിരിച്ച് എച്ചിൻ്റെ ഡെഫിനിഷൻ നോക്കിയപ്പോൾ y1 ടി എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും H ഓഫ് y1 x വരും. y2 ടി എക്സ് എന്ന് പറയുമ്പോൾ H ഓഫ് y2 x എന്ന് വരും. സോ ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ, അതായത് കണ്ടീഷൻ നമ്പർ 1 ഹോൾഡ് ആണ്. കണ്ടീഷൻ നമ്പർ 2ഉം ഇതുപോലെ y x1 പ്ലസ് x2 നോക്കുമ്പോൾ y ടി x1 പ്ലസ് ടി x2 വരും. ലീനിയർ ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അടുത്തത് സെക്കൻഡ് ഫാക്ടറിൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. എന്താ വ്യത്യാസം? കോഞ്ചുഗേറ്റ് വരും കോഎഫിഷ്യൻ്റ്. ഇവിടെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല. എഗെയിൻ എച്ചിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്ത് തിരിച്ചെഴുതി.
അതുപോലെ എച്ച് ഓഫ് ആൽഫ വൈ എക്സ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ആൽഫ വൈ ടി എക്സ് വരും. ആൽഫ ഫസ്റ്റ് ഫാക്ടറിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും കോഞ്ചുഗേറ്റ് ഇല്ല, ഇതിൻ്റെ പ്രോഡക്റ്റ് വൈ ടി എക്സ് വരും. അത് ബൈ ഡെഫിനിഷൻ എച്ച് ഓഫ് വൈ എക്സ് ആണ്. അപ്പോൾ ആൽഫ ഇൻറ്റു എച്ച് ഓഫ് വൈ എക്സ് വരും. കണ്ടീഷൻ 3 ഹോൾഡ് ചെയ്യും. കണ്ടീഷൻ 4ഉം വൈ കോമ ബീറ്റ എക്സ് ആണ്. അപ്പോൾ ടി ഓഫ് ബീറ്റ എക്സ് എന്ന് വരും. ബീറ്റ വെളിയിലോട്ട് എടുത്തു, ടി ലീനർ ആയതുകൊണ്ട് ടി എക്സ്. സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ അത് ഇന്നർ പ്രോഡക്റ്റിൻ്റെ വെളിയിലോട്ട് എടുക്കുമ്പോൾ ബീറ്റ കോഞ്ചുഗേറ്റ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ കോഞ്ചുഗേറ്റ് എച്ച് ഓഫ് വൈ എക്സ് വരും. അപ്പോൾ നമ്മുടെ സെസ്ക്യൂ ലീനിയർ ഫോമിൻ്റെ കണ്ടീഷൻസ് 4 കണ്ടീഷൻസും നമുക്കിവിടെ ഈ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെസ്ക്യൂ ലീനിയർ ആണെന്ന് കിട്ടി. ഇനി അത് ബൗണ്ടഡ് ആണെന്ന് കാണിക്കാൻ പോവാം. അപ്പോൾ ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഷ്വാർട്സ് ഇൻഇക്വാളിറ്റി ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ മോഡുലസ് ഓഫ് എച്ച് ഓഫ് വൈ എക്സ് കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ ടി എക്സ് ബൈ ഷ്വാർട്സ് ഇൻഇക്വാളിറ്റി നോം വൈ ഇൻറ്റു നോം ടി എക്സ് എന്ന് എഴുതാം. പക്ഷേ ടി ബൗണ്ടഡ് അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട് ദിസ് ടി ഈസ് ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ടി ബൗണ്ടഡ് ഓപ്പറേറ്ററിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ടി എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടി ബൗണ്ട് ആയതുകൊണ്ട് നോം ടി ഇൻറ്റു നോം എക്സ് എന്ന് നമുക്ക് എഴുതാം. ദെർഫോർ നമുക്ക് ഇവിടെ കിട്ടും മോഡ് ഇന്നർ പ്രൊഡക്റ്റ് മോഡ് എച്ച് ഓഫ് വൈ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ഇൻറ്റു നോം എക്സ് ഇൻറ്റു നോം വൈ. സോ സെസ്ക്യൂ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ സെസ്ക്യൂ ലീനിയർ ഫോംസിൻ്റെ ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ സി എന്നാണ് കൊടുക്കുന്നത്, സിക്ക് പകരം നോം ടി കിട്ടി. സോ എച്ച് ഈസ് ബൗണ്ടഡ് ആൻഡ് ഓൾസോ ഡിഫൈൻ നോം എച്ച് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും മോഡ് എച്ച് ഓഫ് വൈ എക്സ് എന്ന് പറയുന്നത് നോം ടി എന്ന് കിട്ടി. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നോം ടി ഇൻറ്റു നോം എക്സ് നോം വൈ എന്ന് കിട്ടി. അതായത് നോം എച്ചും നോം ടിയുടെയും കൂടെ ക്വാണ്ടിറ്റിയും കൂടെ നോക്കുക, കമ്പയർ ചെയ്യുക. അപ്പോൾ നോം എച്ചിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതല്ല, അപ്പോൾ ഇത് കൊടുത്തു. നോം ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോയി. നോം ടി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയിലോട്ട് എടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു നോം ടി എന്ന് കിട്ടി. അപ്പോൾ നോം എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി എന്ന് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടും. അതുപോലെ നോം എച്ച് അല്ലാതെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോം എച്ചിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു, എച്ച് ഓഫ് വൈ എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വൈ ടി എക്സ് കൊടുത്തു. ഇന്നർ പ്രോഡക്റ്റ് മോഡ് ഇന്നർ പ്രോഡക്റ്റ് വൈ ടി എക്സ് വരും. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രേറ്റർ ദാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാ വൈകൾക്കും എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ചും എക്സ് ബിലോങ്സ് ടു എച്ച് വണ്ണും വൈ ബിലോങ്സ് ടു എച്ച് ടു ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ എച്ച് ടുവിൻ്റെ എടുത്തിരിക്കുന്നത് വൈ ആയിട്ട് എടുത്തിരിക്കുന്നതിന് ഞാനൊരു റെസ്ട്രിക്റ്റ് ചെയ്തു. അതായത് ടിയുടെ ഇമേജസ് മാത്രമേ ഞാൻ ഇവിടെ വൈ ആയിട്ട് എടുക്കുമ്പോൾ എൻ്റെ കളക്ഷൻ ചെറുതാകും. സോ സുപ്രീമവും ചെറുതാകും. അതുകൊണ്ട് വൈക്ക് പകരം ആരെ കൊടുത്തത് ടി എക്സ് കൊടുത്തപ്പോൾ ഇവിടെ സുപ്രീമം ഇവിടുത്തെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാൻ കാരണം. അപ്പോൾ മോഡ് ഇന്നർ പ്രോഡക്റ്റ് ടി എക്സ് ഡിവൈഡ് ബൈ നോം എക്സ് നോം ടി എക്സ് വരും. ഓക്കെ, വൈയുടെ സ്ഥാനത്ത് നോം ടി എക്സ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു സുപ്രീം എക്സ് നോട്ട് ഈക്വൽ ടു 0 നോം ടി എക്സ് സ്ക്വയർ ഇവിടെ വരും. താഴെ നോം എക്സ് നോം ടി എക്സ് ക്യാൻസൽ ആയിപ്പോയി. ദിസ് ഇസ് അഗെയിൻ നോം ടി വരും. നോം എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ടി, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫ്രം 1 and 2 നോം എച്ച് ഈസ് ഈക്വൽ ടു നോം ടി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണെന്ന് കിട്ടി, ഒരു സെസ്ക്യൂ ഫോമാണ്, ബൗണ്ടഡ് സെസ്ക്യൂ ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി, അല്ലെ ഫോമാണെന്ന് കിട്ടി. അപ്പോൾ ബൈ റീസ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് നമുക്കിതിനൊരു റെപ്രസെൻറ്റേഷൻ കാണും. ഓക്കെ, അതിനെ നമ്മൾ എസ് എന്ന് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ കാണും. നമ്മളവിടെ എങ്ങനെയായിരുന്നു എച്ച് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എസ് എക്സ് വൈ എന്നല്ലായിരുന്നോ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ എസ്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ടി സ്റ്റാർ അവിടെ എസ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ടി സ്റ്റാർ കൊടുത്തു. H2 to H1 ഡിഫൈൻഡ് ബൈ എച്ച് ഓഫ് വൈ എക്സ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് ടി സ്റ്റാർ വൈ എക്സ് വരും. ഇവിടെ നമ്മളിവിടെ എക്സ് വൈ ആയിരുന്നു നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സ് വൈ എന്ന് വരുമ്പോൾ ഇവിടെ എച്ച് ഓഫ് വൈ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സിന് പകരം നമുക്ക് ടി സ്റ്റാർ വൈ കോമ എക്സ് എന്ന് വരും. ഓക്കെ, വിത്ത് നോം ടി സ്റ്റാർ ഈക്വൽ ടു നോം എച്ച് ആയിരിക്കും. ഇതെല്ലാം ആ തിയറത്തിൻ്റെ അകത്താണ്. ആൻഡ് ദിസ് ടി സ്റ്റാർ ഈസ് യൂണീക്ക് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കി എച്ച് ഓഫ് വൈ എക്സിന് നമ്മൾ നേരത്തെ കൊടുത്ത ഡെഫിനേഷൻ എന്തായിരുന്നു, ഇന്നർ പ്രൊഡക്റ്റ് വൈ ടി എക്സ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ ഈക്വേറ്റ് ചെയ്താൽ, അതായത് ഇന്നർ പ്രൊഡക്റ്റ് വൈ ടി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടി സ്റ്റാർ വൈ എക്സ് എന്ന് വരും. അപ്പോൾ ഫുൾ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് കിട്ടും ഇന്നർ പ്രോഡക്റ്റ് ടി എക്സ് വൈ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് ടി സ്റ്റാർ വൈ എന്ന് കിട്ടി. അപ്പോൾ ടി സ്റ്റാർ എക്സിസ്റ്റ് ചെയ്യുമെന്നും
പിന്നെ നോം ടി സ്റ്റാർ നോം എച്ച് ആയെന്ന്, പക്ഷേ നോം എച്ച് നോം ടി ആണ്. അപ്പോൾ ഇതെല്ലാം നോം എല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എടുത്താലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിനൊരു ഹിൽബർട്ട് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ കിട്ടും, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് ഈ തിയറത്തിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ.